വൽ ഫജ്ർ. ആ ആയത്തിന് ഒരുപാട് മഹാന്മാര് പറഞ്ഞ തഫ്സീർ വൽ ഫജ്ർ ദുൽഹജ്ജ് 1 അന്നുള്ള ദുൽഹജ്ജ് 1 പ്രഭാതം തന്നെയാണ് സത്യം. കാരണം ദുൽഹജ്ജ് മാസം അത് വളരെ പുണ്യമുള്ള വളരെ മഹത്വമേറിയ ഒരു മാസമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പരിശുദ്ധ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത്, റമദാനിലെ നോമ്പ്. ആ റമദാൻ അതിമഹത്തായ മാസമാണ്. അതറിയാത്ത ഒരു മുസ്ലിമും ഇല്ല, അത് അംഗീകരിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല. പരിശുദ്ധ റമദാനിന്റെ മഹത്വം, സയ്യിദുൽ സുഹൂർ, മാസങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന റമദാൻ. ആ റമദാനിലാണ് ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നോമ്പ് എന്ന ഇബാദത്ത് റമദാനിലാണ് നടക്കുന്നത്. എന്നാൽ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന് സാധിക്കുമെങ്കിൽ നിർബന്ധമാക്കിയ അതിമഹത്തായ ഒരു കാര്യമാണല്ലോ ഇസ്ലാമിൽ 5 കാര്യങ്ങളിൽ ഒന്നായ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. ആ ഹജ്ജിന്റെ മാസം ഏതാണ്? അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്ത് കാണാം, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ് എന്നാണ് ആ വാക്കിന്റെ ചുരുക്കസാരം. അതെന്താണ്? ഹജ്ജിന് വേണ്ടി ഒരു മനുഷ്യന് ഇഹ്റാം ചെയ്യാൻ പറ്റുന്നത് ശവ്വാല് മുതൽക്കാണ്. റമദാൻ കഴിഞ്ഞാൽ ശവ്വാല് 1 മുതൽക്ക് ഹജ്ജിന്റെ സമയം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന സമയം ആരംഭിച്ചു. എന്നാൽ ശവ്വാലിൽ അധിക പേരും ഹജ്ജിന് ഇഹ്റാം ചെയ്യാറില്ല. കാരണം ഹജ്ജിന് വേണ്ടി ആ സമയത്ത് ഇഹ്റാം ചെയ്താൽ ഒരുപാട് സമയം ഇഹ്റാമിൽ തന്നെ നിൽക്കേണ്ടി വരും. അത് പലപ്പോഴും പ്രയാസപ്പെടും. അതുകൊണ്ട് ശവ്വാലിൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നവർ വളരെ വിരളമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ ശവ്വാല് മാസത്തിന് വലിയ ബഹുമാനമുണ്ട്. അതിന്റെ തുടക്കം തന്നെ ഒരു പെരുന്നാളോടുകൂടിയാണ്. അത് റമദാൻ പൂർത്തീകരിച്ച സന്തോഷത്തിലുള്ള ഒരു പെരുന്നാളോടുകൂടിയാണ് ഹജ്ജിന് ആരംഭം കുറിക്കുന്നത്, ഹജ്ജിന്റെ മാസത്തിന് ആരംഭം കുറിക്കുന്നത്. ആ ശവ്വാല് കഴിഞ്ഞ് ദുൽഖഅദ് മാസം, അതും വളരെ പുണ്യമുള്ള മാസമാണ്. ദുൽഖഅദ് മാസം അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻഹാ അർബഅത്തുൻ ഹുറും, മാസങ്ങൾ 12 ആണ്. അതിൽ 4 മാസം വലിയ മഹത്വമുള്ള പവിത്ര മാസമാണ് എന്ന് പറഞ്ഞു. ആ പവിത്ര മാസങ്ങളിൽ ഒന്നാണ് ദുൽഖഅദ് മാസം എന്ന് പറയുന്നത്. അഥവാ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഖഅദ്. ആ ദുൽഖഅദ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മാസമാണ് ദുൽഹജ്ജ്. ആ ദുൽഹജ്ജ് മാസവും അതേപോലെ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന അതിമഹത്തായ പവിത്രമായ മാസമാണ് ദുൽഹജ്ജ്. ആ ദുൽഹജ്ജിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കേണ്ടി വരുന്നത്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അതേ നിർവഹിക്കുന്നത് അറഫയിൽ നിൽക്കലും, അതുപോലെ മുസ്ദലിഫയിൽ രാപ്പാർക്കലും, മിനയിൽ രാപ്പാർക്കലും, ജംറ എറിയലും, അതുപോലെ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യലും. അതിന് സമയം പിന്നെയും നീട്ടിക്കൊണ്ടുപോകാൻ വകുപ്പുണ്ടെങ്കിലും അതെല്ലാം നിർവഹിക്കുന്ന കാലം ഹജ്ജ് മാസം, അത് ദുൽഹജ്ജ് മാസമാണ്. ആ മാസത്തിന്റെ പേര് തന്നെ ഹജ്ജ് മാസം എന്നാണ്. ദുൽഹജ്ജ് എന്ന് പ്രത്യേക പേരാണ് ആ മാസത്തിന്. അതിന്റെ പ്രഭാതം, അതിന്റെ തുടക്കം, ആ തുടക്കം കുറിക്കുന്നത് ദുൽഹജ്ജ് 1 അന്ന് പ്രഭാതം വലിയ മഹത്വമുള്ള ഒരു പ്രഭാതമാണ്. വളരെ മഹത്വമുള്ള ഒരു ഫജ്റാണ്. അതുകൊണ്ടാണ് വൽ ഫജ്ർ, ദുൽഹജ്ജ് 1 ഫജ്റിനെ തന്നെയാണ് സത്യം എന്ന് ആ ആയത്തിന്റെ തഫ്സീറിൽ ധാരാളം മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നത് എന്താണ്? വൽ ഫജ്രി വലയാലിൻ അശ്ർ,
10 പവിത്രമായ രാത്രികൾ തന്നെയാണ് സത്യം. ഈ 10 രാത്രികൾ ഏതാണ്? ദുൽഹജ്ജ് 10 ദിവസത്തിലുള്ള രാത്രികളാണ്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ദുൽഹജ്ജ് 10 നിന്നുള്ള ഒരു രാത്രിയിലാണ്. ആ രാത്രിക്കൊരു മഹത്വം കൂടിയുണ്ട്. അത് വെള്ളിയാഴ്ച രാവും കൂടിയാണ്. വെള്ളിയാഴ്ചയുടെ രാത്രിക്ക് വലിയ മഹത്വമാണ്. അതോടുകൂടെ ദുൽഹജ്ജ് ഫസ്റ്റിൽ തന്നെ വരുന്ന ഈ വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാവ് എന്ന് ഞങ്ങളെ നാട്ടിൽ പറയും. ഇവിടെ വെള്ളിയാഴ്ച രാത്രി എന്നാ പറയാൻ എനിക്ക് തോന്നുന്നത്. ആ വെള്ളിയാഴ്ച രാവ് അത് വലിയ മഹത്വമുള്ള രാത്രിയാണ്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ് അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈ മാസത്തിൽ നടക്കുന്ന അമലുകളുടെ, ഈ മാസത്തിന്റെ, ഈ രാത്രിയുടെ, ഈ രാവിന്റെ എല്ലാ ബറക്കത്തുകളും സാധുക്കളായ ഞങ്ങൾക്കും, ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും, ഈ പരിപാടിയിൽ എത്തിച്ചേർന്നവർക്കും, ഞങ്ങൾക്കെല്ലാവർക്കും നീ ചൊരിച്ചു തരണം റഹ്മാനെ.